ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് ഒറ്റ മോള. നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് ആർക്ക് വേണ്ടിയാ? അവർക്കൊരു നല്ല ജീവിതം ഉണ്ടായി കാണാൻ വേണ്ടിയല്ലേ? ഇപ്പൊ അങ്ങനെ ഒരു ജീവിതം എന്റെ മോക്കൊത്തു വന്നിരിക്കുക. അപ്പൊ അത് നടത്തി കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? അല്ലെങ്കിൽ പിന്നെ അച്ഛനാണെന്ന് പറഞ്ഞ് ഞാൻ ഈ മീശ വെച്ച് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതിനു വേണ്ടിയാ ഈ 10 ലക്ഷം ചോദിക്കുന്നേ. ഒരു നല്ല കാര്യത്തിന് വേണ്ടി പണം ചെലവാക്കി എന്നുള്ള സന്തോഷം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഈ തുക തരുന്നില്ല എന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യൂടാ? പറ, എന്ത് ചെയ്യുന്നു? വേറൊന്നും ചെയ്യില്ല. നടന്ന സത്യങ്ങളൊക്കെ അങ്ങ് വിളിച്ചു പറയും. ഇവളോടോ അതോ പോലീസിന്റെ അടുത്തോ? ഇവളുടെ അടുത്താണ് ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പോലീസിന്റെ അടുത്താണെങ്കിൽ എന്നെ കൊടുക്കാൻ നോക്കിയാ നീയും കൊടുക്കും. ഞാൻ കുടുങ്ങാൻ തയ്യാറായിട്ടാണല്ലോ ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നത്. എനിക്കെന്റെ മോളുടെ കല്യാണം മാത്രമേ ലക്ഷ്യമുള്ളൂ. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞ് നടക്കുന്നവനാ ഞാൻ. താഴെ ഭൂമിയും മോളിൽ ആകാശവും. എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷേ നിങ്ങളൊരു കൊലപാതകം ചെയ്തു എന്നറിഞ്ഞ കളക്ടർ മോളുടെ പദവി, അന്തസ് എല്ലാം നീ കാരണം വെള്ളത്തിലാവും. മോക്ക് തല ഉയർത്തി പുറത്തു നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും. കുടുംബശ്രീ ശാരദ പിന്നെ അറിയപ്പെടുന്നതേ കൊലയാളി സ്ത്രീ ശാരദ എന്ന പേരിലായിരുന്നു. അപ്പൊ ഭീഷണിയാണല്ലേ? ഇതെന്റെ ആവശ്യമാണ്. അതിനെങ്ങനെ വേണോ നിങ്ങൾക്ക് എടുക്കാം. എനിക്കൊരു എതിർപ്പുമില്ല. പകരം എന്റെ കൈവെള്ളയിലേക്ക് ഞാൻ പറഞ്ഞ കാശിങ് വെച്ച് തന്നാ മാത്രം മതി. ഇല്ലെങ്കിൽ ഞാൻ ആ നസീറിന്റെ വാപ്പ അബൂബക്കറിന്റെ അടുത്തേക്ക് അങ്ങ് പോവും. അങ്ങനെ പോയാലേ അയാള് 10-ന് 20 തരും. കാരണം അയാൾക്ക് കിട്ടുന്ന ലോട്ടറി ആയിരിക്കും ഞാൻ. ഏത്? ഞാൻ പറഞ്ഞ എന്റെ പൊരുള് മനസ്സിലായ? അയാള് എന്റെ ആവശ്യം നടത്തിത്തരാതിരിക്കില്ല എന്ന്. ആലോചിക്ക്, എന്നിട്ടെന്നെ വിളിക്ക്. പിന്നെ അധികം ആലോചിച്ച് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. അപ്പൊ കാണാം. ശരി, പോട്ടെ. വീട്ടുകാരെത്തി. ഗോപാലേട്ടാ, അയാള് എന്താ ഒന്നും പറയാത്തെ? ഇനി നമ്മൾ എന്ത് ചെയ്യും? ശാരദേ, എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം എന്താ? ഈശ്വര.